നിവൃത്തിയായി. യോഹന്നാൻ 19:30 വാക്യം. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കർത്താവ് നിലവിളിച്ചു. പറഞ്ഞിട്ട് വളരെ നേരമായില്ല. ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഭാവമാണ് യേശുവിൽ കാണുന്നത്. കഠിനമായ അനുഭവത്തിൽ കൂടി നിരാശയെടുത്തിട്ടൊരു പോയിട്ടും പിതാവിലുള്ള വിശ്വാസം അറ്റുപോയില്ല, നിരാശ കീഴ്പ്പെട്ടുമില്ല. കർത്താവ് ഇപ്പോൾ പറയുകയാണ് നിവൃത്തിയായി. ഒരു ചോദ്യം സ്വഭാവമായി ഉയർന്നു വരും, അതായത് എന്താണ് നിവൃത്തിയായത്? ഒന്ന്, യേശുവിൻ്റെ വേദനകൾ ഇവിടെ അവസാനിക്കുകയാണ്. സ്നാനത്തിന് ശേഷം വിജനമായ പ്രദേശത്ത് 40 ദിവസം ചെലവഴിച്ചപ്പോൾ ക്രൂശിൻ്റെ മാർഗത്തെക്കുറിച്ച് സംബന്ധിച്ച ദർശനം യേശുവിന് ലഭിച്ചതാണ്. ക്രൂശിൻ്റെ മാർഗം വിട്ട് എളുപ്പമായ മാർഗം സ്വീകരിക്കുന്നതിനുള്ള ചിന്തയെപ്പറ്റി പരീക്ഷയായിട്ടാണ് യേശു കണക്കാക്കിയത്. ക്രൂശിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ സാത്താൻ എന്നെ വിട്ടുപോ എന്ന് യേശു പറഞ്ഞു. ക്രൂശിനെ സംബന്ധിച്ച് വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തൻ യേശുവിനെ കൈവിടാൻ തുടങ്ങി. ഒരവസരത്തിൽ ശിഷ്യന്മാരോട് തന്നെ യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ വിട്ടുപോകാൻ മനസ്സുണ്ടോ? കർത്താവിടെ ഏകാന്തം അനുഭവിപ്പാൻ തുടങ്ങിയതാണ്. ക്രൂശിന് നേരിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അവസാന കാഴ്ച ആയപ്പോഴേക്കും കുരിശ് കൂടുതൽ വ്യക്തമായി കണ്ടു. കുടിക്കാനുള്ള പാനപാത്രത്തിൽ കയ്പ് അനുഭവപ്പെടുകയും തുടങ്ങുകയും ചെയ്തു. അത് ഒഴിഞ്ഞു കിട്ടാൻ കർത്താവ് ഒരിക്കൽ പ്രാർത്ഥിച്ചു. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ തന്നെ നിശ്ചയിച്ചു. കുരിശെന്ന് പറയുമ്പോൾ യേശു കുരിശ് തടിക്കുരിശ് മാത്രമല്ല അർത്ഥമാക്കുന്നത്, കർത്താവിനെ നേരിടേണ്ടി വരുന്ന വ്യവസ്ഥകളും വേദനകളും പീഡകളുമെല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിന് കടന്നു പോകേണ്ടുന്ന മാർഗമാണ് അത്. വേദനകളും നിരാശകളും ഏകാന്തതയും നിറഞ്ഞ മാർഗത്തിൽ അവസാനത്തിലെത്തിയിരുന്നു. അവിടെ എത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, സകലവും നിവൃത്തിയായി. 2, തിരുവചനം നിവൃത്തിയായി. ഒരു മശിഹയുടെ വരവിനെക്കുറിച്ച് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രവാചകങ്ങൾ മശിഹയെ വിവിധ രീതിയിലാണ് ചിത്രീകരിച്ചത്. സങ്കീർത്തനങ്ങളും മറ്റും മശിഹയെ രാജാവായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഒരു രാജാവ് പ്രത്യക്ഷപ്പെടും. ആ രാജാവ് സമാധാന സമൃദ്ധിയും കളിയാകുന്ന ഒരു ഭരണം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്യും. മശിഹയെ സംബന്ധിച്ച് ഇസ്രായേൽ മക്കളുടെ പ്രതീക്ഷ ഇതായിരുന്നു. വിസ്താര സമയത്ത് പീലാത്തോസ് യേശുവിനെ ചോദിച്ചു, നീ രാജാവ് തന്നെയോ? യേശു സമ്മതിക്കുന്നുണ്ട്. എന്നാൽ റോമക്കാർ വിചാരിക്കുന്ന പോലെയല്ല, രാജ്യമല്ല. അവർ വിചാരിക്കുന്ന പോലെയുള്ള രാജ്യമായിരുന്നു സ്ഥാപിച്ചിരുന്നെങ്കിൽ കർത്താവിൻ്റെ ഭടന്മാർ അവർ രാജാവിന് വേണ്ടി പോരാടുമായിരുന്നു. യേശുവിൻ്റെ രാജ്യം മനുഷ്യരുടെ ഉള്ളിലാണ് ആരംഭിച്ചത്. എന്നാൽ മനുഷ്യരുടെ ഉള്ളിൽ അവസാനിക്കുന്നില്ല അവൻ്റെ രാജ്യത്വം. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും വ്യാപിപ്പിക്കുകയും അവനെ കർത്താവ് എന്ന് ഏറ്റുപറയുകയും ചെയ്യും. ഇവിടെ വ്യക്തിയും സമൂഹവും മാത്രമല്ല, സർവ്വസൃഷ്ടിയും രൂപപ്പെടുത്തുകയാണ്. ഈ രാജ്യം സ്ഥാപിക്കാനുള്ള മാർഗത്തെ സംബന്ധിച്ച് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്ന ദാസഗീതങ്ങൾ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. കഷ്ടത്തിൽ കൂടിയുള്ള വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുരിശിൻ്റെ മാർഗത്തിൽ കൂടിയുള്ള വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് ഈ ഭാഗങ്ങൾ കാണാം. പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും യഹൂദന്മാരുടെ ചിന്താമണ്ഡലങ്ങളിൽ കഷ്ടത്തിൽ കൂടിയുള്ള വീണ്ടെടുപ്പ് എന്ന ആശയത്തിന് അത് അർഹിക്കുന്ന സ്ഥാനം ലഭിച്ചിരുന്നില്ല. ശിഷ്യന്മാർക്ക് തന്നെ അത് മനസ്സിലാക്കുവാൻ പ്രയാസമായിരുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു മനുഷ്യനെ പറ്റി തെറ്റിപ്പോയി എന്ന് അവർ വിചാരിച്ചു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരിക്കൽ അവർ ചോദിച്ചു, നീ ഈ കാലത്തിലോ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതാൻ പോകുന്നത്? ജീവിച്ചിരുന്നപ്പോൾ സാധിച്ചില്ലെന്ന ഇതാണ് സൂചന. കഷ്ടത്തിൽ കൂടെയുള്ള വീണ്ടെടുപ്പ് എന്ന ആശയം യഹൂദന്മാർ തൻ്റെ സ്വന്തം ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. എങ്കിലും ആ പ്രവചനം തന്നെ നിറവേറുകയാണ് എന്ന് യേശുവിന് അറിയാമായിരുന്നു. തിരുവചനത്തിൽ കാണുന്നത് പോലെ ക്രൂശിൻ്റെ മാർഗത്തിൽ കൂടി സ്ഥാപിക്കപ്പെട്ട രാജ്യം തൻ്റെ ജീവിതത്തിൽ കൂടി ഉദ്ഘാടനം ചെയ്തു. ക്രൂശുപാനത്തിൽ കൂടെ ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടന കർമ്മം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങി. അങ്ങനെ യേശുവിനെ സംബന്ധിച്ച് തിരുവചനം ഇവിടെ നിവൃത്തിയായി. 3, പിതാവിൻ്റെ ഉദ്ദേശം നിവൃത്തിയായി. ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പിതാവ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന ചിന്ത ബാല്യപ്രായം മുതൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ എൻ്റെ പിതാവിനുള്ള ഇരിക്കേണ്ടതല്ലയോ എന്ന് 12ാമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാരോട് ചോദിച്ചു. ശിഷ്യന്മാരിൽ പ്രധാനി ആരെന്ന പ്രശ്നത്തെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ യേശു ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സാധനം ഏൽപ്പാനും നിങ്ങൾ കഴിയുമോ? മാർക്കോസ് 10:38 വാക്യം. പിതാവ് തനിക്കായി ഒരുക്കിയിരിക്കുന്ന പാനപാത്രത്തെ സംബന്ധിച്ച് ഏൽക്കാനുള്ള സ്ഥാനത്തെ സംബന്ധിച്ചും യേശു പറഞ്ഞു, മനുഷ്യവർഗത്തിന് സാധിക്കേണ്ട രക്ഷ ഈ മാർഗത്തിൽ കൂടി ആയിരിക്കണം എന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടമാണെന്ന് യേശു മനസ്സിലാക്കുന്നു. സകല മനുഷ്യരെയും പിതാവിലേക്ക് അടുപ്പിക്കുകയും അതുമൂലം പിതാവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുകയാണ് യേശുവിൻ്റെ ദൗത്യം. രക്ഷ, നിത്യജീവൻ, സമൃദ്ധമായ ജീവൻ ഇവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. നിത്യജീവൻ എന്ന പദത്തിന് മരണശേഷമുള്ള ജീവൻ എന്നതിനേക്കാൾ സമൃദ്ധമായ ജീവൻ എന്ന ആശയമാണ് കൂടുതൽ യോജിക്കുന്നത്. ആ അനുഭവം ഈ ലോകത്ത് വെച്ച് തന്നെ ആരംഭിക്കുന്നു. മരണത്തോടു കൂടി അവസാനിക്കുന്നുമില്ല. സാധാരണ ജീവിതം സമൃദ്ധമായ ജീവിതം തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തള്ളി നീക്കുന്ന അനുഭവമല്ല അത്.
അത് മനുഷ്യനെ അവൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. കഷ്ടതയും പ്രയാസത്തിൻ്റെ നടുവിലും പാടിസ്തുതിപ്പാൻ പ്രേരിതമാകുന്നു. കൂട്ടായ്മ കൂടിയാണ് ജീവൻ അനുഭവവേദ്യമാക്കുന്നത്. ഏതൻ തോട്ടത്തിൽ പാവം ചെയ്ത ശേഷം അന്യനും കുറ്റം പറയുകയും പരിചാരിക്കുകയും ചെയ്യുന്ന അനുഭവമായിരുന്നു. എന്നാൽ യേശു പഠിപ്പിച്ചു, ദൈവത്തോടും അയൽക്കാരോടുള്ള കൂട്ടായ്മയാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രവാചകന്മാരുടെ ലക്ഷ്യം. ആ കൂട്ടായ്മയുടെ പ്രതീകമായിട്ടാണ് കർത്താവിൻ്റെ അത്താഴം ഏൽപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ രക്തം കൊണ്ട് ഈ പുതിയ നിയമത്തിന് മുദ്രയിടുകയും ചെയ്തു. അങ്ങനെ പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കർത്താവ് പൂർത്തിയാക്കി. നിത്യവും സമൃദ്ധമായ ജീവനം മനുഷ്യവർക്കും അവകാശമായി തീർന്നതിന് വേണ്ടിയാണ് യേശു ഈ ലോകത്തേക്ക് വന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് സ്വർഗത്തിൽ തന്നെ കഴിഞ്ഞുകൂടാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. അന്വേഷിച്ച് താഴേക്കിറങ്ങുന്ന സ്നേഹമാണ് യേശുവിൽ കാണുന്നത്. 99 ആടിനെയും മരുഭൂമി വിട്ട് കാണാപോയ ആടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയനോടാണ് യേശു തന്നെ ഓർമ്മിക്കുന്നത്. ഈ അന്വേഷണത്തിൻ്റെ അന്ത്യത്തിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായും നിറവേറ്റി.